എറണാകുളം ജില്ലയിലെ എടപ്പള്ളിക്കടുത്ത് മഞ്ഞുമ്മലാണ് ഈ കാണുന്ന വീട് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എടപ്പള്ളിയിലേക്കൊക്കെ ഈസി ആക്സസ് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വീടാണ്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ ഒക്കെയാണ് നമുക്ക് ഈ ഒരു വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 8-9ഓളം വില്ലകൾ വരുന്ന പ്രൊജക്റ്റാണ്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ചെറിയ ഭംഗിയുള്ള ഒരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇവിടെ വരുന്ന വീടുകൾ പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നതുകൊണ്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുക്കുന്നത്. ടോപ്പിൽ ആ സ്ലൈഡിംഗ് വരുന്ന പൊസിഷന്റെ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബ്രിക്ക് മോഡൽ ടെക്സ്ചർ വർക്കുകളുണ്ട്. ബാൽക്കണിയുടെ പൊസിഷനിലൊക്കെ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് പാനലിംഗ് ഒക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ കാർ പോർച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ ഒരു കാർ ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഇവിടെയൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ബാക്കിയുള്ള പ്ലേസിൽ നമുക്ക് മെറ്റൽ ചിപ്പുകളാണ് വിരിക്കാനുള്ളത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയും നമുക്ക് സ്പേഷ്യസ് ആയ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് വെക്കാനൊക്കെ ആയിട്ട് ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. വോളിൽ നല്ലൊരു ഡിസൈൻ കൊടുത്ത ടെക്സ്ചർ വർക്കുള്ള പില്ലറാണ്. നമുക്കൊരു 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാവുന്ന ഗ്രാനൈറ്റ് വിരിച്ച സിറ്റ് ഔട്ട് ആണ് കിട്ടുന്നത്. തേക്കിൽ തീർത്ത മെയിൻ ഡോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ടീക്ക് വുഡിൽ തീർത്ത ഈ ഒരു ഡോർ വെച്ചിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 11 അടി നീളവും 10.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് ഗോൾഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. താഴെ ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. റൂഫിൽ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വുഡൻ പാനലിംഗ് കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റെയിൽസ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു വിൻഡോസിൽ 3 എണ്ണവും കൂടി കിട്ടുന്നുണ്ട്. മുകളിലേക്കുള്ള ഒരു വോള് കൂടെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അവിടെയും കംപ്ലീറ്റ് വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം പാനലിംഗ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയൊരു ഡൈനിങ് ഹാൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ലെങ്ത് പറയുന്നില്ല. ഏകദേശം ഒരു ഹാഫ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ കൂടി നമുക്ക് 10-10 ഫീറ്റ് കിട്ടുന്നുണ്ട്. വലിയൊരു ഹാള് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഹാളിന്റെ എൻഡ് പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് മിഡിലുള്ള ഡോറ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കൊരു പാറ്റിയോ ഏരിയ അവിടെ കിട്ടുന്നുണ്ട്. റൂഫൊക്കെ കവർ ചെയ്ത് ഗ്ലാസ് ഇട്ട് നല്ലൊരു പാറ്റിയോ ഏരിയ ആണ് കിട്ടുന്നത്. അവിടെ വർക്കുകളൊക്കെ നമുക്ക് കുറച്ച് തീരാനുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണിക്കാത്തത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ വാഷ് ഏരിയ കിട്ടുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലും സൊമാനിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ പാനലിംഗ് ചെയ്ത് മിറർ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിന്റെ ആ ഒരു പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് ഗ്രാനൈറ്റ് ആണ്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ LED ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ കിച്ചൺ കിട്ടുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ്. മുകളിൽ ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് സറൗണ്ടിങ് ഏരിയാസിലെ ടൈലുകൾക്കായിട്ട് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിലും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. നിറയെ ക്യാബിനറ്റ്സ് ആണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. 2 ഡിവിഷൻ ആയിട്ടാണ് കിച്ചൺ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്പേസ് വന്നിട്ട് ബാക്കി ഒരു സ്പേസ് അപ്പുറത്തേക്ക് 2 സൈഡിലേക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. വിൻഡോസ് ഇവിടെ ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങിയാൽ പാറ്റിയോ ഏരിയയുടെ സൈഡിലായിട്ട് വർക്ക് ഏരിയയൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. കിണർ അവിടെയാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. മഹാഗണിയിലാണ് ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. 12.5-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 4 വിൻഡോസ് ആണ് ആ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. എല്ലാ റൂമുകളിലും ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ സിമ്പിൾ ആയ വർക്കുകളും ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വലിയൊരു വാർഡ്രോബ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട്
വേറൊരു ഡ്രസ്സിംഗ് ടേബിളുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മിറർ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. താഴെ ഡ്രോസും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇവിടുത്തെ ടൈലുകൾക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഹാൾ ഉണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് 3 ആ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. നേരെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് പാനലിംഗ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പോർഷനിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ബെഡ്റൂം ആണ്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വിൻഡോസും ഡോറും ഉണ്ട്. മിഡിലുള്ള ഡോർ തുറന്നാൽ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസിൽ ടഫന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് ലെങ്തി ആയ ഒരു ബാൽക്കണി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ 2 പോർഷനായിട്ട് മുകളിലും താഴെ 2 സ്റ്റോറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ടാണ്. മുകളിൽ ടെക്സ്ചർ വർക്കുകളും ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹാളിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ ആ ഒരു പൊസിഷനാണ്. അവിടെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റെയർ കേസ് കഴിഞ്ഞാൽ ബാക്കി ധാരാളം സ്ഥലം കിട്ടുന്നുണ്ട്. കവർ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൂടിയാണത്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11.5-9 ഫീറ്റ് ആണ് വരുന്നത്. ആ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ വലിയൊരു പാനലിംഗ് ബോർഡാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ടേബിളിനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഈ വീട്ടിലെ 3 ബാത്റൂമുകളിൽ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ടൈലുകൾ നല്ലൊരു ഭംഗിയുള്ള കളറുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ് കാണേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷാൻലിയർ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. മെയിൻ ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും ടഫന്റെ ഗ്ലാസ്സുമാണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ പാനലിംഗ് കൊടുത്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് വരുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്ക് വളരെ അടുത്ത് മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞുമ്മൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് കാക്കനാടേക്ക് 13 കിലോമീറ്റർ, ആലുവയിലേക്ക് 11, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3.5 ആണ് ലാൻഡ് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ്. 3.5 സെന്റ് ഓഫ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ വെൽ വാട്ടർ സൗകര്യമുണ്ട്. കിച്ചൺ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വെൽ വാട്ടർ ഉണ്ട്. 2 യൂട്ടിലിറ്റി ഏരിയകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 85 ലക്ഷം രൂപയാണ്. 85 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങി തരുന്നതായിരിക്കും. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇടപ്പള്ളിയിലേക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് മഞ്ഞുമൽ എന്ന് പറയുന്നത്. ഈസി ആക്സസ് ആണ് എല്ലാ ഭാഗത്തേക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പണിയുന്ന വീടുകൾ വളരെ പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ ഫുൾ ആയിട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വന്ന് വീഡിയോ എടുത്തത്. സ്ക്രീനിൽ നമ്പറുകളുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ പിക്ക് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട. നല്ലൊരു ലൊക്കേഷനാണ്. നമ്പറുകൾ സ്ക്രീനിലുണ്ട്. പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.